ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിന്നർ സീനാണ് കാണിക്കുന്നത്. ഡിന്നറായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സ്റ്റീക്കും മഷ്റൂം സോസും പിന്നെ കുറച്ച് ചിപ്സും ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഡിന്നർ. കിവി സ്റ്റൈൽ ഡിന്നറാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ കേരള സ്റ്റൈൽ വിട്ടുപിടിക്കും. അതെ, ജസ്റ്റ് ഫോർ ചേഞ്ച്. ആദ്യം ബട്ടർ, പിന്നെ കുറച്ച് ഓയില്. ഏതെങ്കിലും ഓയിൽ മതിയോ? ഇതാണ് മഷ്റൂം സോസ് ഉണ്ടാക്കാൻ പോകണല്ലേ. മഷ്റൂം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂൺ അതങ്ങോട്ട് ആ ബട്ടറും ഓയിലും ഇതുമാണ്. മീനുട്ടി ഹലോ, ലിയോ ഹലോ. കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നേക്കോ. എന്ത് വരെ രാത്രി ഇവിടെ കഴിക്കാൻ? ഇത് കാസ്റ്റ് അയണിലാണ് നമ്മൾ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കുന്നത് അല്ലേ? ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി കണ്ടേക്കുന്നത്? പെട്ടെന്നാവും. ഇതാണ് നമ്മുടെ സ്റ്റേക്ക്. വഴട്ടി നമ്മുടെ മഷ്റൂം ഏകദേശം വഴണ്ടിട്ടുണ്ട്. എന്തോ ഇടുന്നേ? ഇഞ്ചിയാണ് ഇടുന്നത്. വെളുത്തുള്ളി. ഓക്കെ. പിന്നെ നമ്മുടെ അനിയൻ ഇടണം. നമ്മുടെ സവാള കുഞ്ഞാന്ന് അരിഞ്ഞത് ഇട്ട് മഷ്റൂമും ഉള്ളിയും കൂടെ നന്നായിട്ട് വഴട്ടി. ആരെവിടെ അടി ഉണ്ടാക്കുന്നത്? നോ അടി, നോ ഫൈറ്റ്. ഹേ, നോ ഫൈറ്റ്. ഇനി അടുത്ത് ഓയിൽ ഒഴിക്കുന്നു. ഇത് രണ്ടും എവിടെ നീ പറന്നു വരുന്നത്? എന്തുവാണോ ഇത്? കടി കൂടരുത്. നോ 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 ഫൈറ്റ്, നോ ഫൈറ്റ്. സ്റ്റേക്ക് നമ്മൾ അരിഞ്ഞ് കറി പോലെയൊന്നും എടുക്കത്തില്ല. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത്? ഞാനിപ്പോൾ ഇതിനകത്ത് കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ടുള്ളൂ. കുരുമുളകും ഉപ്പും മാത്രം. ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ചൂട് കൊണ്ട് പെട്ടെന്ന് വേവും. ഇങ്ങനെയാണ് അത് അതിൻ്റെ ഈ സ്റ്റേക്ക് വേവിക്കുന്നത്. പണ്ട് ആൾക്കാര് ഇറച്ചിയൊക്കെ ചുട്ട് തിന്നുന്നതല്ലേ ആ ഒരു മെത്തേഡ് ആണ്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇടുവാണ്. ഇതിനോട് അവര് ഇലയൊന്നും പറയുന്നില്ല. ടൈമുണ്ട്, ടൈമുണ്ട്. റോസ്മേരി ബസ്സിൽ കേട്ടോ. ബട്ടർ ഇടണം അല്ലേ? ബട്ടർ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് അവസാനത്തേക്ക് വെക്കുക. ഞാൻ പോയി റോസ്മേരി കുറച്ചിട്ട് വരാവേ. റോസ്മേരി തൊട്ട് ഔട്ട് സൈഡ് തന്നെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റോസ്മേരി. ബീഫ് സ്റ്റീക്കിലേക്ക് ഇടുന്ന. അപ്പം 1-2 തണ്ട് മതിയായിരിക്കും. ഞാൻ എന്തായാലും ഇതിൽ നിന്നൊരു തണ്ട് മുറിക്കുക. ഇവിടെ ഇതാണ് നമ്മുടെ റോസ്മേരി. റോസ്മേരിയുടെ ഇല എങ്ങനെയാണ് ഇവിടുത്തെ കിവി സ്റ്റൈൽ കുക്കിംഗ് ഉണ്ടോ? ബീഫിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കുരുമുളകും, പിന്നെ ഇച്ചിരി ഗാർലിക്ക്, ബട്ടർ, പിന്നെ റോസ്മേരിയുടെ ഇല. മസാലയൊന്നും ഇല്ലാതെ ഇവിടുത്തെ സ്റ്റൈൽ കുക്കിംഗ് ആണ് ഇതൊക്കെ. ന്യൂസിലാൻഡ് സ്റ്റൈൽ കുക്കിംഗ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
നമ്മൾ മഷ്റൂം സോസ് ഉണ്ടാക്കാൻ പോകണം. അതിന് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് എന്തുവാ, ഓസ്റ്റർ സോസ്. ഓക്കെ ഓക്കെ, ഓസ്റ്റർ സോസ് ഒഴിച്ചു. കുക്കിംഗ് ക്രീം കുറച്ച് ആഡ് ചെയ്യുവാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടിവി സ്റ്റൈൽ കുക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ ഫുഡ് കഴിച്ചിങ്ങനെ മടുക്കുമ്പോൾ നല്ലത്. പിന്നെ ഇതൊക്കെ മസാലയൊന്നും ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമ്മൾ മിക്കപ്പോഴും ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഇത് കുറുക്കി എടുക്കും അല്ലേ? ഓക്കെ. ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ കുറച്ച് പൊട്ടറ്റോ ചിപ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എയർ ഫ്രയറിലോട്ട് ഇടുക. കുറച്ച് ഉപ്പൂടെ ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക്. ഇതാണ് നമ്മുടെ മഷ്റൂം സോസ്. ഇനി നമ്മൾ ഈ ബീഫ് സ്റ്റേക്ക് അങ്ങോട്ട് മുറിച്ചെടുക്കും. എങ്ങനെയുണ്ട്? ആണോ? എങ്ങനെയുണ്ട്? ഒരു കഷ്ണം ഞാൻ എടുത്തോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. റോസ്മേരിയുടെ ഫ്ലേവറും മസാല ഒന്നുമില്ല, പക്ഷെ ആ റോസ്മേരിയുടെ ഫ്ലേവറും അടിപൊളി. നമുക്ക് വെറൈറ്റിക്ക് ഇതുകൊണ്ട് ചെറിയ പീസുകളാക്കട്ടെ. എളുപ്പമുണ്ടല്ലേ? അവിടെ നമുക്ക് ഇനി കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. എനിക്കാണെങ്കിൽ ആ നെയ് കഷ്ണം കണ്ടിട്ട് എൻ്റെ കൈ അങ്ങോട്ട് പോകണം പോകണം എന്നൊരു ഫീല്. നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സാലഡ് കിട്ടും. അതായത് ഇങ്ങനെ ലീവ്സും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ മുറിച്ചിട്ട് ഓ അടിപൊളി കാണാം. അത് കഴിക്കാൻ എനിക്ക് അറിയാണ്ട. ഇവിടെ ഒരു കൊതിയും വന്നേ ഇപ്പോണ്ട്. എന്നാടാ കൊതിയ? പാത്രത്തിലോട്ട് വെക്കുന്നു. വാവ്, അതെ നമ്മൾ മുറിച്ചെടുക്കും. സാധാരണ നമ്മളെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു കഷ്ണത്തോട് ഇങ്ങനെ തരുവാണ്, നമ്മൾ തന്നെ മുറിച്ച് തിന്നണം. അങ്ങനെയാണ്. മഷ്റൂമിന്റെ സോസ് എടുക്കുന്നു. ഇതിന് പുറത്താണ് ഒഴിക്കുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല, നല്ലതായിരിക്കും, അത് ടേസ്റ്റ് ആയിരിക്കും. സാധാരണ സൈഡിലാണ് വരുന്നത് അല്ലേ? ആണോ അല്ലേ? ആ ഓക്കെ, എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല. അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ചിപ്സ് സൈഡിലോട്ട് വെക്കുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ കിവി സ്റ്റൈൽ ഫുഡ്. ഇനി അടുത്ത ഫൈബർ വരുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ലീവ്സ് വയ്ക്കും. ഇത് നമുക്ക് ഇങ്ങനെ വേവിക്കാതെ തന്നെ കഴിക്കാൻ പറ്റിയ ലീവ്സാണ്. നല്ല ടേസ്റ്റാണ് ഈ ലീവ്സ് കഴിക്കാനായിട്ട്. അപ്പം ഇവിടുത്തെ ഒരു സ്റ്റൈലാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ നാട്ടിൽ മുരിങ്ങയില തോരൻ അങ്ങനെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ലീവ്സ് കൂടെ കഴിക്കും. അപ്പം ഫൈബറാണ് നമ്മുടെ ഈ ഇലകൾ. അപ്പോൾ ഇതിനകത്തൊരു ചീര ഇല, ചീരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ചീരയല്ല, നല്ല പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട്. റോക്കറ്റ് എന്ന് പറയും ഈ ഇലയുടെ പേര്. ഇതൊക്കെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഇലകളാണ്. അപ്പോൾ ഇതിനോട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കും. ഓ മൈ ഗോഡ്, ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ ഓടി വന്ന് ടി വി ഒന്ന് ഓണാക്കി. ഫുഡുമായിട്ട് വരുമ്പോഴത്തേന് ടി വി റെഡി ആയിട്ടിരിക്കുമല്ലോ.
ലീക്കുട്ടാ, ലീക്കുട്ടിന് ഉറക്കമൊന്നുമില്ല ലീക്കുട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. Leo, sit there. Good boy. Sit there. നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് കാണുന്നുണ്ട്, ദ മിഡിൽ എന്നാണ്. നല്ലൊരു സീരീസാണ്. No. Your assistant? You don't have a... Oh! Back. Oh, no! 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 ബോൺസേ അങ്ങനെയുണ്ട്, കൊള്ളാം. നൈസല്ലേ? ആദ്യമായിട്ടാ മഷ്റൂം സോസ് കൂടെ ഉണ്ടാക്കണേ. ഈ ലീഫ് ഇനി ഇഷ്ടപ്പെടാത്ത ആളുകൾക്കായാലും ഈ ലീഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ നമ്മൾ അറിയത്തോലുമില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഡിന്നർ കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.